അറബ് രാജ്യസഖ്യത്തിനെതിരെയുള്ള ഇസ്രായേലിന്റെ 6 ദിന ചരിത്രയുദ്ധം 52 വർഷം പിന്നിടുകയാണ്. യുദ്ധത്തിൽ ഈജിപ്ത്, ജോർദാൻ, സിറിയ, ഇറാഖ് സഖ്യകക്ഷികളുടെ മഹാസൈന്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇസ്രായേൽ തങ്ങളുടെ വിശുദ്ധ സ്ഥലത്ത് വിജയക്കൊടി നാട്ടിയത്. ഈ വിജയം ചരിത്രത്തിലുടനീളമുള്ള ദൈവിക ഇടപെടലുകൾക്ക് തെളിവാണെന്ന് അമേരിക്കൻ മുൻ കോൺഗ്രസ് അംഗം മിഷേൽ ബക്മാൻ പറഞ്ഞു. ചരിത്രത്തിലെ തന്നെ നിർണായകമായ സൈനിക നീക്കമായിരുന്നു 6 ദിന യുദ്ധം. 1948 ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചതോടെ പ്രവാസികളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽക്കാർ തങ്ങളുടെ മണ്ണിലേക്ക് മടങ്ങുകയും ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് മധ്യപൂർവേഷ്യയിലെ നിർണായക ശക്തിയായി മാറുകയും ചെയ്തിരുന്നു. എന്നാൽ ഭൂപടത്തിൽ നിന്നും ഇസ്രായേലിനെ തുടച്ചു നീക്കണമെന്ന് ഇറാഖ് പ്രസിഡന്റായിരുന്ന അബ്ദുൾ റഹ്മാൻ ആരിഫ് പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ സൈനിക കരാറുകളിൽ ഏർപ്പെട്ടു. ഈജിപ്ത് പ്രസിഡന്റ് ഗമാൽ നാസർ UN സമാധാന സേനയോട് അതിർത്തി വിടാൻ ആവശ്യപ്പെടുകയും ചെങ്കടലിലെ ടിയാൻ കടലിടുക്ക് ഉപരോധിക്കുകയും ചെയ്തു. 4 വശത്തും ശത്രുക്കളാൽ വളയപ്പെട്ട ഇസ്രായേൽ ഇച്ഛാഖ് റബീന്റെ നേതൃത്വത്തിൽ യുദ്ധസന്നാഹങ്ങൾ ആരംഭിച്ചു. ജൂൺ 5-ന് ഇസ്രായേൽ വ്യോമസേന റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് ഈജിപ്ത് വ്യോമസേനയുടെ റഡാർ സ്റ്റേഷനുകളും വിമാനത്താവളങ്ങളും ചുട്ടെരിച്ചു. അറബ് സഖ്യകക്ഷികളുടെ വാർത്താവിനിമയ ബന്ധം മുറിഞ്ഞതോടെ തങ്ങൾക്ക് നഷ്ടപ്പെട്ട സീനായ് ഉപദ്വീപും ഗോലാൻ കുന്നുകളും ഗാസ മുനമ്പും വെസ്റ്റ് ബാങ്കും ഇസ്രായേൽ പിടിച്ചെടുത്തു. ജൂൺ 10-ന് തങ്ങളുടെ വിശുദ്ധ സ്ഥലത്ത് ഇസ്രായേൽ സേന പതാക ഉയർത്തി. 52 വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾ കൈവരിച്ച അത്ഭുത വിജയം ഇസ്രായേൽ ആഘോഷിക്കുകയാണ്. അതേസമയം ഈ വിജയം ചരിത്രത്തിലുടനീളമുള്ള ദൈവിക ഇടപെടലുകൾക്ക് തെളിവാണെന്ന് അമേരിക്കൻ മുൻ കോൺഗ്രസ് അംഗം മിഷേൽ ബക്മാൻ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.